ഏതായാലും ഭാഗ്യമായി. ക്ലാരമ്മേടത്തെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ആമ ചേച്ചിക്കും ഗോമതി ചേച്ചിക്കും മാത്രം പിടിച്ചിട്ടില്ല. അതിലിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏട്ടത്തിക്ക് പകരം നമ്മൾ ആരെ കൊണ്ടുവന്നിരുന്നെങ്കിലും ഇത് തന്നെയായിരിക്കും അവസ്ഥ. അടുക്കളയിലെ അധികാരം ഗോമതി ചേച്ചി ഈ ജന്മം ആർക്കും വിട്ടുകൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാം ശരിയാടോ, പക്ഷെ എന്റെ പേടി അതല്ല. ക്ലാരമ്മേടത്തെ എങ്ങാനും കയ്യബദ്ധം പറ്റി മനസ്സ് തുറക്കോ എന്നാ. അന്ന് ഹൈറേഞ്ചിൽ താമസിക്കുമ്പോൾ ഞാൻ ഏട്ടത്തോട് പല സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ട്. സ്നേഹക്കൂടുതൽ വരുമ്പോ മുത്തശ്ശിയോട് എങ്ങാനും ഏട്ടത്തി വല്ലതും തുറന്നു പറഞ്ഞാ നമ്മളതിനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അതിനു മുമ്പ് ഏട്ടത്തിയെ പറഞ്ഞു വിലക്കണം. എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ബുദ്ധി ചേട്ടത്തിക്കുണ്ടെന്ന എന്റെ പ്രതീക്ഷ. എന്നാലും നമ്മളൊന്ന് സൂക്ഷിക്കണമല്ലോ. താൻ ഒരു കാര്യം ചെയ്യും, ആരും കാണാതെ ഏട്ടത്തിയോടൊന്ന് സംസാരിക്കും. അറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ ആരോടും പറയരുതൊന്നും. എന്താ രണ്ടുപേരും കൂടി വലിയ ചർച്ചയിലാണ്? ഏയ് ഒന്നുമില്ല മുത്തശ്ശി, ഞങ്ങള് ക്ലാരമ്മേടത്തെ പറ്റി പറയായിരുന്നു. അതിനിപ്പോ പറയാൻ എന്തിരിക്കുന്നു, അവര് സൂപ്പർ അല്ലേ. എന്തായാലും ആദ്യമോന്റെ സെലക്ഷൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്തൊരു കൈപ്പുണ്യ സ്ത്രീക്ക്. എന്റെ ജീവിതത്തില് ഇത്രയും നല്ല സൂപ്പ് ഞാൻ കുടിച്ചിട്ടില്ല. മോളുടെ പ്രസവം കഴിയുന്നത് വരെ നമുക്ക് അവരെ ഇവിടുന്ന് പറഞ്ഞു വിടണ്ട. അല്ല, അവർക്ക് വേറെ ബാധ്യതകളൊന്നും ഇല്ലല്ലോ അല്ലേ? എനിക്കും അങ്ങനെ ഏട്ടത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും നമ്മൾ പറഞ്ഞ അനുസരിക്കും. നമുക്ക് സംസാരിച്ചു നോക്കാം മുത്തശ്ശി. അതും ശരിയാണല്ലോ. നമുക്ക് അവരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമായില്ലല്ലോ, അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടണ്ടേ. എന്തായാലും പൂജമോളുടെ പ്രസവം കഴിയുന്നത് വരെയെങ്കിലും അവരിവിടെ ഉണ്ടാകുമല്ലോ. അത് തന്നെ വലിയ ആശ്വാസമാണ്. എന്തായാലും മോൾക്കും മോളുടെ വയറ്റിൽ കിടക്കുന്ന എന്റെ ആദ്യക്കുട്ടന്റെ കുഞ്ഞിനും ഭാഗ്യമുണ്ട്. അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ഒത്തിണങ്ങി ഒരു ജോലിക്കാരിയെ കിട്ടില്ലല്ലോ. എന്നാ പിന്നെ നിങ്ങൾ കിടന്നു, നേരെ ഇത്രയായില്ലേ? ശരി മുത്തശ്ശി. ഗുഡ് നൈറ്റ്.